നമ്മൾ നോക്കൗട്ട് കളിക്കാനായിട്ട് പോകണം. നമ്മൾ തല ഫുള്ളായിട്ട് ലോഡായിട്ടില്ല. എന്താടാ 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 നീയൊക്കെ എന്ത് ചെയ്യണം? നിനക്ക് എത്ര പേടിയോ സ്റ്റാർസ്? ഗൈസ്, ആദ്യമായിട്ട് ലൈവ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പല പ്രശ്നങ്ങളും ഈ വീഡിയോക്കകത്തുണ്ട്. അപ്പോൾ ക്ഷമിക്കുക. ഓക്കെ. എന്താണ് ക്ലാസിക് ഫ്രീ ഫോർ ഓൾ? യെസ്, ക്ലാസിക് മാപ്പ്, ലെറ്റ്സ് ഗോ. ഇവനാണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. ഇവന്മാരെ അങ്ങ് അടിച്ച് തൂക്കാം ഗൈസ് ആദ്യം തന്നെ. ഓക്കെ, സെറ്റ്. ഇവന്മാരെ അടിച്ച് തൂക്കാം. അയ്യോ അയ്യോ അയ്യോ. അടുത്ത മാച്ച് സെക്കൻഡ് മാച്ച്. ഈ മാച്ചിൽ നമ്മൾ ഭയങ്കര ഇതെന്താ എൻ്റെ തല ലോഡാവാത്ത. ഈ മാച്ചിൽ നമ്മൾ കുറച്ച് ടെക്നിക്കലി ആയിരിക്കും കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്നിക്കലി കളിക്കാൻ പോകുന്ന ഈ ഒരു മാച്ചിൽ നമ്മൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നോക്കാം. പയ്യെ നോക്കും, മുന്നോട്ട് നീങ്ങാം. ഓക്കെ, ഗുഡ് ചോയ്സ്. പോകുന്നവരൊക്കെ പോട്ടെ. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഇനി എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവൻ എന്താ ഇങ്ങനെ? ഇത് ഫേക്ക് ഗെയിമാന്ന് തോന്നുന്നു ഗൈസ്. ഫേക്ക് ഗെയിം. എടോ പോലെ. ഈ ഗെയിം കളിക്കണമെങ്കിൽ എനിക്ക് നമ്മളൊരു 4 മൂവെങ്കിലും മുന്നിൽ കാണണമെന്ന് തോന്നുന്നു. തേർഡ് മാച്ച്. ഈ മാച്ച് നമ്മൾ എന്തായാലും ജയിക്കടാ. ഈ മാച്ച് നമ്മൾ ജയിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഈ മാച്ച് നമ്മൾ എന്തായാലും ജയിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് മാപ്പ്? ക്ലാസിക് ഫ്രീ ഫോർ ഓൾ ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഈ കളി നമ്മൾ എന്തായാലും ജയിക്കും. നമ്മൾ ഫുൾ പവറിലിട്ട് ഫസ്റ്റത്തെ മൂവ് ചെയ്യാൻ പോവാണ്. കളി എന്തായാലും നമ്മൾ ജയിക്കും ഗൈസ്. കളി എന്തായാലും ജയിക്കും. ലെറ്റ്സ് ഗോ. പിന്നല്ല. അടുത്തത് നീ. അവൻ ബാക്കിലോട്ട് വരും ഗൈസ്. 2 പവർ കട്ട കൂട്ടിയിടാം. അല്ല വേണ്ട, 1 പവർ കട്ട കൂട്ടിയിടാം. ഓക്കെ, അവൻ എന്നെ തൂക്കാനായിട്ട് വന്നാണ്. അവൻ എന്നെ തൂക്കുമെന്ന് തോന്നുന്നു ഗൈസ്. എന്നെ തൂക്കി. ഓക്കെ, സംഭവം കൊള്ളാം ഗൈസ്. നോക്കിക്കോ ഗൈസ്. എന്തായാലും ഞാൻ അടുത്ത റൗണ്ട്. ബാടാ. അടുത്ത റൗണ്ട് എന്താണ്? കളർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കളറിന്റെ ഈ കളറിൽ നമ്മൾ നിൽക്കണം. ഓക്കെ. നമുക്കനങ്ങണ്ട. ശവന്മാരെ നമ്മളെ ചിലപ്പോ അടിച്ചിടും കേട്ടാ. ദേ അടിച്ചിട്ടാ തേങ്ങ. ഈ കളി ജയിക്കാനായിട്ടാ നമ്മൾ കളിക്കുന്നത്. ഈ കളി ജയിക്കാനായിട്ട് ക്ലാസിക് വന്നിട്ടുണ്ട്. ഈ കളി നമ്മൾ ഭയങ്കര അഗ്രസീവ് കളിയായിരിക്കും. ഇവിടെ ഇവനെ നമ്മൾ ഇവൻ ഫ്രണ്ടിലോട്ട് നീങ്ങും ഗൈസ്. അപ്പൊ നമ്മൾ അവനെ അടിച്ച് തൂക്കണം. കണ്ട ഞാൻ കളി കണ്ടില്ല. ഇതാണ് സംഭവം. കണ്ട ഇതിപ്പോ നമ്മൾ കളി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ തോക്കത്തില്ല കേട്ടാ. ഇനി ഇവന്മാർ പുറകിലോട്ട് തിരിഞ്ഞു വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കറുപ്പിനെ അയലോട്ട് ഇടുന്നത്. കറുപ്പ് അവിടെ നിന്ന് മാറും. നമ്മൾ കറുപ്പിനെ അയലോട്ട് 7 പവറിൽ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഓക്കെ. കണ്ട ഗൈസ്, നോക്കോ. അത്രേ ഉള്ളൂ. കണ്ടോ? ഐക്യു പ്ലേ കളിക്കണം നമ്മൾ. ഐക്യു പ്ലേ എന്നാലേ നമ്മൾ ഈ കളി ജയിക്കത്തുള്ളൂ. ഇവൻ ഇപ്പൊ ഈ സൈഡിലോട്ട് വരും ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് പവറിൽ ഇങ്ങോട്ട് പോകണം. ഓക്കെ, ഇവൻ നോക്കോ ഗൈസ്. കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ പോയില്ല. കണ്ടാ കുറച്ച് പവറിൽ നമ്മൾ അങ്ങനെ വിടണം. ഓക്കെ ഗൈസ്, റൗണ്ട് 4 ആയിട്ടുണ്ട്. ഇപ്പൊ മാപ്പ് കുറച്ച് പിടിച്ചത്. അപ്പൊ ഇവന്മാര് ഈ നിൽക്കുന്നവന്മാര് നടുക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കും. നമ്മളപ്പോ പവർ കൂട്ടി അങ്ങ് വിട്ടു കൊടുക്കണം. കണ്ട എന്നെ ഇടിച്ചിടാൻ നോക്കിയതാണ് അവൻ. നടക്കത്തില്ല മോനെ. ഈ ഗെയിം റിഗ്ഡ്. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കേട്ടാ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന. ഈ കളി ഞാൻ ജയിച്ചെന്ന് കൂട്ടുക. ആദ്യത്തെ ഇവൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ 7 പവർ ഇട്ടിട്ട് അവനെ അങ്ങ് അടിച്ച് തൂക്കാൻ പോവാണ്. ഓക്കെ, അവൻ്റെ ഐഡിയ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അവനെ ഞാൻ അടിച്ച് തൂക്കിയില്ലേ. ഓക്കെ, അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവൻ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ഇപ്പൊ ഇവൻ ഈ ഡൈനസോറിനെ അടിച്ചിടാനായിരിക്കും നോക്കുന്നത്. അപ്പൊ നമ്മൾ ഫുൾ പവറിൽ നമുക്ക് അങ്ങ് അടിച്ചു കൊടുക്കാം. കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കേട്ടോ. ഈ കളി നമ്മൾ ജയിക്കും. ഈ കളി നമ്മൾ സിമ്പിളായിട്ട് ജയിക്കും. ഈ കളി അവൻ എങ്ങനെ മാറിയാലും നമ്മൾ ജയിക്കും. നമ്മൾ നടുക്കോട്ടാ പോകുന്നത്. ഇവിടെ ആരെങ്കിലും ഒക്കെ വന്ന് ഇവിടെ ഇടിക്കും. കണ്ട ആ ഒരു പൊസിഷൻ കണ്ട. എല്ലാവരും കൂടി വരുന്നത്. നമ്മളെല്ലാത്തിനും ഇടിച്ച് നികത്തിയുണ്ട്. നമുക്ക് അത് ലക്കി പ്ലേ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഇവൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വരാന്ന് വെച്ചാൽ നമുക്ക് അധികം പവർ എടുക്കണ്ട. ഒരു 2 പോവാം നമുക്ക്. ഓക്കെ, നമ്മളെ ഇടിച്ചിടാനൊന്നും ആരും ഇല്ല എന്തായാലും. ഓക്കെ, അത് ഐക്യു പ്ലേ ആയിരുന്നു. എന്തായാലും അടുത്ത എന്താവെന്ന് അറിയില്ല. നോക്കാം. ഓക്കെ, ഇവൻ എന്നോട് ഡയറക്റ്റ് മുട്ടാൻ വരുവാണ് കേട്ടോ. ഡയറക്റ്റ് മുട്ടാൻ ഫുൾ പവറിൽ അവനെ അടിച്ച് തെറിപ്പിക്കാം. ഡയറക്റ്റ് മുട്ടാൻ വരുവൻ. ഓക്കെ, അവൻ മാറിക്കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മാറത്തില്ലടാ നീ. എന്നെ തള്ളിയിടല്ലേ. ഇല്ല. ഇക്കളി നമ്മൾ ജയിക്കും. ഐസ് ചെറുതായി വരുവാണ്. നമുക്ക് അത്രയും പവറുണ്ട്. ഒരു 5 നമുക്ക് ഫ്രണ്ടിലോട്ടോ. അധികം ഫ്രണ്ടിൽ പോകണം. നോക്കി അവൻ നിൽക്കുന്നിടത്തോട്ട് പോവാം. ഓക്കെ, അത് നല്ല ഐക്യു പ്ലേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഐക്യു പ്ലേ തന്നെ. ഇനി നമുക്ക് ആരെ അടിച്ചിടുക?
നമുക്ക് ഇവിടേക്ക് ഒരു 8 പവറിൽ അല്ല ഒരു 7 പവറിൽ 7 പവറിൽ നമുക്ക് 7 വേണ്ട, 6 മതിയായിരുന്നു. ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്. പവർ ന്യൂട്രലൈസ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അധികം പവർ കൊടുത്തു കഴിഞ്ഞാൽ പവർ കൊടുക്കുന്ന ആൾ താഴെ വീഴുന്നുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യുക, ഇങ്ങനെ അങ്ങ് പിടിക്കാം. ഓക്കെ, യെസ്, ഈ കളി നമ്മൾ ജയിക്കും ഗൈസ്. ലാസ്റ്റ് റൗണ്ടാണ് ഇത്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫുൾ പവറാണ് നമുക്ക് വേണ്ടത്. ഫുൾ പവറിൽ നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇക്കളി നമ്മൾ ജയിക്കും ഗൈസ്, ഇക്കളി നമ്മൾ ജയിക്കും. ഇത് അവൻ്റെ എങ്ങോട്ട് മാറാൻ നോക്കണ്ട്. നമ്മൾ ഫുൾ പവറിൽ അവനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. നമുക്കല്ലേ കിട്ടിയേ. എടാ ഞാനല്ലടാ അവനെ അടിച്ചത്, എന്നിട്ട് എന്താടാ എനിക്ക് തരാത്തെ? ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ഡൈനോനെ അങ്ങ് അടിക്കാം ഗൈസ്. ഡൈനോനെ അടിച്ച് തൂക്കാം. ഡൈനോ മിക്കവാറും നമ്മുടെ നേരെ നീങ്ങും. യെസ്, നമുക്ക് ഫുൾ പവറിൽ അടിക്കാം ഗൈസ്. ഓക്കെ, ഡൈനോ ഇനി ഞാനും ഇവനും മാത്രമാണ് കളി. മാച്ച് ഓട്ടോമാറ്റിക്കലി എൻഡിങ്. വൈ? എടാ ഈ കളിയിൽ എനിക്ക് ജയിക്കാൻ ഭാഗ്യമില്ല പുല്ല്, ഞാൻ നിർത്തുന്നു.